കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് പൊളിച്ചു. വളരെ നന്നായിട്ടുണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഹണി, നിന്റെ കയ്യിൽ എന്തോ മായാജാലമുണ്ട്. ഇത് ഏത് ഓയിലാണെന്ന് വേഗം പറ. ദാ ഈ ഓയിലാണ്, മെയ്ഡ് ഇൻ ഗ്രീസ് ആണ്. കഴുത, ഇത് മേഡ് ഇൻ ഗ്രീസ് ഒന്നും അല്ല, ഇത് കാറിലൊഴിക്കുന്ന ഗ്രീസാ. ഇപ്പൊ ഞാൻ പാതി കറുപ്പും പാതി പച്ചയുമായി. ഇനി എല്ലാരും എന്നെ കാക്കത്തത്തേനെ വിളിക്കുള്ളൂ. കാക്കത്തത്ത. കാക്കത്തത്തേന്ന് എന്തിനാണ് വിളിക്കുന്നത്? കാക്കയുടെയും തത്തമ്മയുടെയും മിക്സിംഗ്. കാക്കത്തത്തമ്മ. അതെന്തായാലും പൊളിച്ചു. #ഡെലിവറി ടൈം. താങ്ക് യു. യു ആർ വെൽക്കം. അതെന്തായാലും പൊളിച്ചു. പോസ്റ്റ്മാൻ എന്നാൽ മനുഷ്യനാണ്, പക്ഷെ ഞാൻ പ്രാവാണ്. ഞാൻ ജനിച്ച ഉടൻ തന്നെ എന്റെ അച്ഛനോട് ഞാനൊരു കാര്യം വിളിച്ചു പറഞ്ഞു. ഞാനിതാ ജനിച്ചു കഴിഞ്ഞു. കുഞ്ഞുനാൾ മുതലേ കത്ത് കൊടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. #പ്രൊഫഷണൽ. അല്ല, ഇതാരുടെ കത്താണ്? വായിക്കട്ടെ. ഇത് രമേഷ്. കിട്ടിപ്പോയി. ഇതാ ഡിയർ രമേഷ്, തനിക്കുള്ള കത്താണ്. മാനുകൾക്കാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ വരുന്നത്. ഡിയർ രാജു, ഡിയർ പുത്രൻ, ഈ ബാസിന്റെ പാഴ്സൽ സൂക്ഷിച്ചു വേണം കൊണ്ടുപോകാൻ. എന്റെ അമ്മോ, ഇവനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? കിട്ടി 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 കിട്ടി. അയ്യോ എന്റെ അമ്മേ, പാഴ്സൽ എന്റെ കയ്യിൽ നിന്ന് പോയി. എന്താ ഇത്? എടാ, നിങ്ങൾക്ക് എന്താണ് സൂക്ഷിച്ച് കളിച്ചൂടെ? എന്റെ അടുത്ത് കളിച്ചാൽ കളി ഞാൻ പഠിപ്പിക്കും. അല്ല പാക്കേജ്. അല്ല ചേട്ടായി, ഞാൻ വീഴൊന്നും ഇല്ലല്ലോ അല്ലേ? അഥവാ വീണാൽ തന്നെ മുറിവൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇനി മുറിവെങ്ങാനും ഉണ്ടായാ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കൂലല്ലോ അല്ലേ? ഇനി ഇഞ്ചക്ഷൻ എങ്ങാനും എടുത്താ അധികം ഫീസൊന്നും ആവില്ലല്ലോ അല്ലേ? ഞാനിവിടെ 3 എണ്ണി കഴിയുമ്പോ നീ ചാടിക്കോ. ഓക്കേ. ടിക് ടിക് 3. അല്ല ചേട്ടാ, ചേട്ടൻ 1 2 പറഞ്ഞില്ലല്ലോ. എടാ, ഞാൻ ടിക് ടിക് എന്ന് പറഞ്ഞത് നിന്നോട് തന്നെയാ. വേഗം ചാടാൻ നോക്കടാ അങ്ങോട്ട്. നിക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. ആഹാ, ഞാൻ ദേ പറക്കുന്നുണ്ടല്ലോ ചേട്ടായി. അല്ല, ഈ ഫാൻ എങ്ങനെയാ നിന്നത്? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്റെ ചേട്ടാ, ഞാൻ പറക്കും തോന്നില്ല ചേട്ടാ. ഇവന്റെ കോൺഫിഡൻസ് ലെവലും ഹിമാലയത്തിലെ കാലാവസ്ഥയും ഒന്നുപോലെ തന്നെയാണ്. രണ്ടും മൈനസ് തന്നെയാ. നീ ഇതിന്റെ കൂടെ മുകളിലേക്ക് പോണം, എന്നിട്ട് പറക്കാൻ ശ്രമിക്കണം. പിന്നെ വീഴുമെന്ന് തോന്നിയ ഈ പട്ടത്തിൽ പിടിച്ചാ മതി. എന്റെ പൊന്നു ചേട്ടാ, ഈ ഐഡിയ എനിക്ക് എന്തുകൊണ്ട് ഇതിനു മുമ്പ് തോന്നിയില്ല? അഥവാ തോന്നിയെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിയില്ല? പ്രയോജനപ്പെടുത്തിയപ്പോഴൊക്കെ ഞാൻ പാസ്സായുമില്ല. പാസ്സായിരുന്നെങ്കിൽ ആ തിരുവായി നടച്ചിട്ട് പറക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ പട്ടത്തിനിട്ട് ഒരു പണി കൊടുക്കാം. എന്റെ അമ്മേ, ഈ ആകാശത്ത് പോലും എനിക്ക് രക്ഷയില്ലാതായോ? സണ്ണി നമ്മുടെ പട്ടം പൊട്ടിക്കാനുള്ള ശ്രമത്തിലാ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ഒരു കാര്യം ചെയ്യാം, സണ്ണിയുടെ നൂല് നമുക്ക് ഒളിപ്പിച്ചു വെക്കാം. പിന്നെ നമ്മുടെ പട്ട അവനെ പൊട്ടിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമ്മുടെ ഒളിപ്പിച്ചു വെച്ചേക്ക്. ഇല്ലെങ്കിൽ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കേണ്ടി വരും. പൊട്ടിപ്പോയി. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. കൊള്ളാം. നീ ഒരു പക്ഷിയേ അല്ല. ആ മാസ്ക് നൂരിയെ വേറെ വല്ല ജീവിയാണോ നോക്കട്ടെ. ഇപ്പോഴും പറക്കാൻ പഠിച്ചില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവൻ സ്പേസിൽ പോയാൽ പോലും ഒരിക്കലും പറക്കാൻ പോകുന്നില്ല. ഇനി പുറത്തേക്ക് വാ, നീ ഇപ്പൊ സേഫ് ആണ്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറന്നു പൊയ്ക്കൂടായിരുന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇതുവരെ പറക്കാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചപ്പോ പറക്കാനും പറ്റുന്നില്ല. അഥവാ ശ്രമിച്ചപ്പോ ഒരു മരച്ചിലെ പോലും കയറാനും പറ്റിയില്ല. ഒരു കാക്കയായ നിനക്ക് പറക്കാൻ പേടിയോ? നിന്റെ പ്രശ്നം പേടിയാണ്.
അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ പറക്കണം. സംശയമുണ്ടോ? എന്റെ ചേട്ടാ, ഈ ഒരേ ഒരു പേടി കൊണ്ടാണ് എനിക്ക് ഇതുവരെ പറക്കാൻ കഴിയാത്തത്. എന്റെ കൂട്ടുകാരൻ ടൂർ പോവുകയാണ്. പോകുന്ന കാര്യം രാത്രി 2 മണിക്കാണ് അവൻ എന്നോട് പറഞ്ഞത്. പറഞ്ഞപ്പോഴോ എന്നെയും അവൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും ചേട്ടന്മാരെ, എന്ത് ചെയ്യും? പക്ഷെ ഇനിയിപ്പോ എന്തെങ്കിലും ഒന്ന് കഴിച്ചേ. 2 തവണ ചാടണം. 3ാമത്തെ പ്രാവശ്യം ചിറകടിച്ച് പറക്കാൻ ശ്രമിക്കണം. ഓക്കെ? എത്രത്തോളം ഉയരുന്നുവോ അതിനനുസരിച്ച് ചിറകടിച്ചുകൊണ്ടേയിരിക്കണം. സംശയമുണ്ടോ? പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് പൊങ്ങി പറക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നാലും ചേട്ടാ, ഞാനൊന്ന് ശ്രമിക്കാം. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പറക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഓടുന്നത് നല്ലതാ. പിന്നെ നമ്മൾ ചിറക് വീശി ആകാശത്തിലേക്ക് വരണം. സംശയമുണ്ടോ? നിക്ക്, ഞാൻ നോക്കട്ടെ എങ്ങോട്ടാ പോയതെന്ന്. റോഡ് വഴി പറക്കാനാ പറഞ്ഞത്. അവൻ താ ലിഫ്റ്റ് അടിച്ച് വരുന്നുണ്ട്. ഇവൻ ഉറപ്പായും പറന്ന് കാണത്തില്ല. സംശയമുണ്ടോ? താങ്ക് യു, ബൈ ബൈ. സോറി ചേട്ടാ, പറക്കാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മലകളൊക്കെ? ചേട്ടൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. നീ ഇത്രയും വൈകിയല്ലേ വന്നത്? അപ്പൊ ഞാൻ വിചാരിച്ചു ഹിമാലയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാ വന്നത്. എന്നെ പിന്തുടർന്ന് വരികയാണോ? ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇരിക്കുന്ന സൈക്കിൾ എടുത്തോണ്ട് സണ്ണി വേഗം പാഴ്സൽ കൊടുക്കും. പാക്കേജ് ഇതാ കിട്ടിപ്പോയി. പാഴ്സൽ കിട്ടിപ്പോയി. അടിപൊളി, പാക്കേജ് കിട്ടിപ്പോയി. പാക്കേജ് കിട്ടിപ്പോയി. ഒരു പാക്കേജിന് എല്ലാവർക്കും കിട്ടുക ഇതെങ്ങനെ സാധ്യമാവും? എന്റെ അമ്മച്ചി, ഇത് പാക്കേജിന്റെ ഗോഡൌൺ ആണെന്നാ തോന്നുന്നത്. എടാ, ഇത്രയും പാക്കേജിൽ എന്റെ പാക്കേജ് ഏതാടാ? ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. ഇനി എന്നെ സഹായിക്കാൻ തോത്തറാമിനെ കൊണ്ട് മാത്രമേ കഴിയൂ. പാക്കേജ് അന്വേഷിക്കാൻ വേണ്ടിയാണോ? അല്ല, എന്റെ തടിയൊന്ന് നന്നാക്കി എടുക്കാൻ. പാക്കേജ് ഇല്ലാതെ ബോസിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോസ് എന്നെ തല്ലുകയില്ലല്ലോ. അതല്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. വേഗം വാ, നമുക്ക് ഈ പാറയിലൂടെ ചാടി അപ്പുറ സ്ഥലത്തേക്ക് പോകാം. എന്റെ കൂടെ വരൂ, ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. Give me 200 rupees. നിങ്ങൾക്ക് മഹാരാജ വലാവുദ്ദീൻ അദ്ദേഹം ഉപയോഗിച്ച ഒരു അത്ഭുതകരമായ സാധനം കാണിച്ചു തരാം. ചിങ് ചിങ് ചുങ് ചാങ് ചിങ് ചിങ് ചാണി ചാണി. വേഗം കാണിച്ചതാ. ഇന്ന മണി മണി. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച ആണി. ഇതുകൊണ്ടൊരിക്കൽ അദ്ദേഹത്തിന്റെ കണ്ണുപോയി. ഫാന്റാസ്റ്റിക്, അടിപൊളിയല്ലേ? ഇവൻ ഫേക്ക് ഗൈഡ് ആണ്. അടിപൊളിയല്ലേ? ഇനി നീ ആരെ അങ്ങനെ വിട്ടികളാക്കണ്ട. എന്റെ കഞ്ഞിൽ പാറ്റയുടെ നോക്കുന്നോ? വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. വേഗം വാ, അവനെ വിടരുത്. എന്റെ അമ്മോ, രക്ഷപ്പെട്ടു. ഞാൻ ഇവിടുന്ന് പോവുകയാണേ. ബൈ ബൈ. എന്തൊരു വിശപ്പാ. ആഹാരം വന്നു.
മുന്നിൽ കാണുന്നത് ഡെന്റെന്റാണ്. കൊച്ചളിയാ ഇപ്പൊ റിവേഴ്സിലാ പോകുന്നത്. എടാ ഏത് കളി കളിച്ചാലും കിട്ടാത്ത രസമാണ് ഇവരെ ഇങ്ങനെ കളിപ്പിക്കുന്നത്. വേഗമാ കയറി പിടിക്കാൻ നോക്ക്. എടാ എലി കരണ്ട് മുറിക്കുകയാണ്. സഹോദര എലിക്കുട്ട, ഇനി അങ്ങോട്ട് പൂച്ചയായിരിക്കില്ല എലിയുടെ ശത്രു, തത്തമ്മയായിരിക്കും എലിയുടെ ശത്രു. സംശയട്ടോ? എടാ ഇതൊട്ടും ശരിയാവൂന്ന് തോന്നുന്നില്ല. ഞാനെന്തെങ്കിലും ചെയ്യാം, നീ നിക്കേ. എന്താ ഇപ്പൊ പോകാമോ? എന്നാ പോകാം. എനിക്കിപ്പോ കൺട്രോൾ ചെയ്യാൻ കഴിയും. ലാ ലാ ലാ, അടിപൊളി. പോപ്പട്ടെ, ഇനി റിമോട്ട് എന്റെ കയ്യിലേക്ക് താ, ഞാൻ ഓടിക്കാം. റിമോട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം നിന്റെ തലയ്ക്ക് കൺട്രോൾ വേണം. ഇത് നിന്നെ കൊണ്ടൊന്നും ഓടിക്കാൻ കഴിയില്ല. ഒന്ന് പോടേ. എന്നെ കളിയാക്കാണോ നീ? കണ്ടോ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണം അവൻ ദേഷ്യപ്പെടുത്താ പോവുകയാണ്. അവൻ ദേഷ്യം പിടിച്ചല്ല പോയത്, ബട്ടൺ പ്രസ് ആയപ്പോ പോയതാ. ഇപ്പൊ തന്നെ റിവേഴ്സ് കൊണ്ടുവരാം. അല്ല, ഇതില് സ്പീഡ് എങ്ങനെയാ കുറയ്ക്കുക? ചിലപ്പോ ഇതായിരിക്കും. അയ്യോ അല്ല, ഇത് കറങ്ങുകയാണല്ലോ. എന്നാ പിന്നെ ഇത് നോക്കാം. അയ്യോ, ഇത് നമ്മുടെ അടുത്തൊക്കെ വരുന്നത്. അയ്യോ, നമ്മുടെ കയ്യിൽ റിമോട്ട് ഇല്ലല്ലോ, പിന്നെ ആരാ ഇതിനെ ചലിപ്പിക്കുന്നത്? ഞാൻ തന്നെയാ. എല്ലാവർക്കും ഞാൻ പണി വെച്ചിട്ടുണ്ട്. എന്താ താട്ടോ, ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടേ? എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതല്ലേ? എടാ കഴുതേ, മണ്ടത്തരം പറയല്ലേ. എടാ എന്റെ കാശ് തന്നിട്ട് പോ. ഇനി വണ്ടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ തന്നെ അങ്ങ് കിടന്നോളാം. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. നീ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം കൺട്രോളേ അവന്റെ കയ്യിലാ. സണ്ണേ, ഞാനൊന്ന് ഇതിനകത്തൊന്ന് ഇറങ്ങി കഴിഞ്ഞ പിന്നെ നിന്റെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല. അയ്യോ, നീ പൂച്ചയാണെന്നുള്ള കാര്യം മറക്കരുത്. സംശയമുണ്ടോ? എടാ, നീ എന്നെ വരട്ടെന്നോ? നിന്നെ ഞാൻ അയ്യോ, ഇന്നത്തോടെ എന്റെ പണി തീർന്നു. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. സിഗ്നലും കാണും. എനിക്കത് വേണം. മേഡം, വള എങ്ങനെയുണ്ട്? അടിപൊളി. എന്തൊരു മാർക്കറ്റാണ് ഇതല്ലേ? കൊച്ചളിയാ, എനിക്ക് ബലൂൺ വേണം. അത് വേണം. ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇതും വേണം, പിന്നെ ഇതും വേണം. ഈ സോഡാർ എങ്ങോട്ട് പോയി? രക്ഷിക്കണേ. ഞാൻ പിടിച്ചു. രണ്ട് ബലൂൺ നിന്റെ അടുത്ത് പിടിക്കാൻ പറഞ്ഞപ്പോ നീ കാറ്റില് പറക്കുകയാണോ? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഐഡിയ. അവ പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോ ഇവനെ പോലെ തന്നെയുണ്ട്. ചിലപ്പോ അവൻ തന്നെ ആയിരിക്കും ഗൈഡ്.
ഇത് കുളം, അത് കടൽ, ഇതാറ്. ഞാൻ നിങ്ങളുടെ ഗൈഡ്, പേര് ശശി. ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങൾ വിനോദത്തിന് വന്നതാണ്. വെറുതെ സമയം പാഴാക്കരുതേ. വേഗം വാ, അവന്റെ പുറകെ പോകാം. അങ്ങോട്ട് നോക്കൂ, മല. അടിപൊളി. ചിം ചിം ചങ് ചങ് ചിങ് ചോങ്. എന്താ ഇതിന്റെ അർത്ഥം? ഏ? ആ. ഒരുപാട് നേരം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരുപാട് ഞങ്ങൾ കണ്ടതാണ്. എന്തെങ്കിലും പുതിയതായിട്ട് കാണിക്കൂ പ്ലീസ്. ഇത് കണ്ടോ രത്നം, ഇത് അടിപൊളിയാ, അമൂല്യമാണിത്, എവിടെയും കിട്ടില്ല. എന്റെ അമ്മ എന്തൊരു തിളക്കുവാ. ഇത് കാരണം കണ്ണു തന്നെ പോകുന്ന തോന്നുന്നേ. ഈ ഗ്ലാസ് മേടിച്ചു, 1000 രൂപ മതി. ആ കള്ളൻ പാവപ്പെട്ട ടൂറിസ്റ്റുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില ടൂറിസ്റ്റൊക്കെ 10 പൈസ പോലും തരില്ല. അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കാശ് വാങ്ങാൻ പറ്റുകയുള്ളൂ. ആഹാ, നൂഡിൽ ചട്നി അളിയ. അടിച്ചടിയിൽ എന്റെ പല്ലല്ല ഇളകി. ഞാൻ വിടില്ല, എന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. രക്ഷപ്പെടാൻ നോക്കുന്നു, പിടിക്കേ. ഐഡിയ. ജിം ജിം ചാ, വേഗം പോകാം നാട്ടിലേക്ക്. പോയിട്ട് മരുന്ന് കുടിക്കണം, അല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം. അങ്ങോട്ട് നോക്ക്, വേഗം വാ, അവരെ പിന്തുടർന്ന് പിടിക്കാം. ഐഡിയ. നമുക്ക് ഒരുമിച്ചെറിയാം. എന്ത് കഷ്ടമാണിത്. എനിക്ക് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. എന്റെ അമ്മച്ചി, അയ്യോ. ഇവരെ എങ്ങനെയാണ് പിടിക്കേണ്ടത്? ഐഡിയ. എടാ ബാഡ് മങ്കി, എന്നെ ഒന്ന് സഹായിക്ക്, എങ്കിൽ ഇതിനകത്തുള്ളതിൽ പാതി തരാം. ഓക്കെ, ഞാൻ സഹായിക്കാം, കാരണം ഞാനാണ് ബാഡ് മങ്കി. എടാ, പൈനാപ്പിൾ അല്ല, ആപ്പിൾ എന്നാ പറയേണ്ടത്. ഞാൻ പറഞ്ഞതല്ലേ പൈനാപ്പിൾ ആണെന്ന്. ഒരുപാട് ശല്യപ്പെടുന്നുണ്ട്, ഇവനിട്ടൊരു പണി കൊടുക്കണം. ഹായ്, എന്നെ ഒന്ന് സഹായിക്കാമോ? പഞ്ചർ കട ഐഡിയ. എടാ,
എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ഓടുക? ഐഡിയ. എടോ വണ്ടി നിർത്ത്. ഞാൻ 3 സ്റ്റാറുള്ള പോലീസുകാരനാണ്. ലൈസൻസ് എടുക്ക. എടോ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കണോ? വണ്ടി ജപ്തിയാണ്. സാർ എന്നാൽ പിന്നെ ഓ കൊച്ചളിയാ എന്തായാലും വലിയ കഷ്ടായി പോയി. ഐഡിയ. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും പാഴ്സൽ ഞങ്ങൾ കൈക്കലാക്കും. കണ്ടക്ടർ സാറേ, ടിക്കറ്റ് ഇല്ലാതെ കുറച്ചു പേര് പുറകിൽ യാത്ര ചെയ്യുന്നുണ്ട്. വേഗം ഇറക്കി വിടാൻ നോക്ക. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല.